തിരികെ എത്താം. ശ്രീ എ സജീവൻ, കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ UDF എടുക്കുന്ന നിലപാടൊക്കെ കുറച്ചും കൂടെ സേഫ് ആയിട്ട് തന്നെയാണ്. അതായത് ഇതിൽ സർക്കാരിനെ എതിർക്കാൻ കഴിയുകയില്ല, പക്ഷേ നിങ്ങൾക്ക് ചർച്ച കൂടെ ചെയ്തുകൂടെ, ഇത് ഏത് തരത്തിലേക്കാണ് ഈ വിവാദം പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് UDF, ലീഗ് ആണെങ്കിൽ മാറി നിൽക്കുക കൂടിയായിരുന്നു. ഇത് കലങ്ങി തെളിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്ന് വരെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ശ്രീ എ സജീവൻ, ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കോർണർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമോഫോബിയ വളർത്തുകയില്ല ഇത്തരം ചില തീരുമാനങ്ങളെന്നൊക്കെ ഡോക്ടർ സോയ ജോസഫ് ചോദിക്കുമ്പോൾ ആ ചോദ്യമൊക്കെ ഇനിയും വരാം. മലബാറിൽ നിന്ന് ഉയർന്ന പ്രതിഷേധമാണ്. വളരെ സ്റ്റബാണായിട്ട് ഞങ്ങളൊരു തീരുമാനമെടുക്കുകയാണ്, അത് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം. ഇടത് നിലപാടുകളിൽ ഒരുപാട് തവണ ആരോപിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം പ്രീണനമുണ്ട്, അത് അവസാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുക കൂടിയാണോ? അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഈ സൂംബയുടെ പിറകിലുണ്ടോ? കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യം അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ്, അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ പ്രശ്നം ഒരു വിഷയമാണ്. അതായത് സൂംബ ഇവിടെ നടപ്പാക്കിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. അത് ആദ്യം രംഗത്ത് വന്നതിൽ വിസ്ഡത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള അഷ്റഫാണ്. അപ്പൊ അഷ്റഫ് അങ്ങനെ വന്നത് തെറ്റാണ്, അദ്ദേഹത്തിന്റെ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊരു പ്രശ്നം ഇപ്പൊ ഇവിടെ സഫ്വാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അഷ്റഫ് ഇത് പറഞ്ഞപ്പോൾ അതിലെപ്പോഴെങ്കിലും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഞങ്ങളുടെ ആരെങ്കിലും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മളൊക്കെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ പ്രത്യേകിച്ച് ജാതി മത രാഷ്ട്രീയ ഒരു വിഭാഗീയതയുമില്ലാതെ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കൃത്യമായിട്ടറിയാം ഈ സംഭവത്തിന് ശേഷം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിഭീകരമായ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി തീർത്തു. അതിന് വഴി മരുന്നിട്ടത് അഷ്റഫിന്റെ പ്രതികരണമാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സൂംബ ഇവിടെ നടപ്പാക്കാൻ നിർദ്ദേശിക്കുമ്പോൾ ആ നിർദ്ദേശിക്കുന്ന കമ്പൽസറി അല്ല, മാൻഡേറ്ററി അല്ല. നിങ്ങൾ ഇത് ചെയ്തേ അടങ്ങൂ, ചെയ്യാത്തവൻ പിറ്റേ ദിവസം സസ്പെൻഡ് ചെയ്യപ്പെടും, അല്ല അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്ന ഒരു ഉപാധിയും വെച്ചുകൊണ്ടല്ലാതെ നടപ്പാക്കിയിട്ടുള്ളത്. സൂംബ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങൾ എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് മാറി നിൽക്കുന്നതിന് മതപരമായ കാരണം പോലും നമുക്ക് പറയാം. നിങ്ങൾ പറയണതുമില്ല, മതപരമായ കാരണം വെച്ചുകൊണ്ട് മാറി നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ ഇതെന്താണ് സംഭവിച്ചത്? അഷ്റഫിന് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് അഷ്റഫ് ഇതിനെ പുറം ലോകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതൊരു ഭീകര സംഭവമാണ്. അതായത് അല്പവസ്ത്രം ധരിക്കുന്ന, അദ്ദേഹം പ്രയോഗിച്ചതിൽ അല്പവസ്ത്രം എന്നുള്ള പദം തന്നെയുണ്ട്. അല്പവസ്ത്രം ധരിച്ച് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം നടപ്പാക്കുന്നു, അതിനെതിരെ പ്രതികരിക്കുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാതെ പല ചോദ്യങ്ങളുണ്ട്. അതൊരു ചോദ്യം, നമ്മുടെ ഒരു മതവും ഇവിടെ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്ന ഒറ്റ മതം പോലും സ്കൂളുകളിൽ ഇത് പാഠാവലിയുടെ ഭാഗമാണല്ലോ. അതേപോലെ ഭൂമിയുടെ ഉൽപ്പത്തി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ഈ ശാസ്ത്രം പറയുന്ന രീതിയിലല്ലല്ലോ ഒരു മതവും പറയുന്നത്. ഇപ്പം ക്രിസ്ത്യാനികളാണെങ്കിൽ ഉൽപ്പത്തിയുടെ ഭാഗം വെച്ചുകൊണ്ട് പറഞ്ഞാൽ അത് ദൈവം 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വിശ്രമിക്കാൻ പോയത് എന്നുള്ളത് വെച്ച് അത് ആ രീതിയിൽ ആണ് അവരുടെ വിശ്വാസം. പക്ഷേ സ്കൂളിൽ അതാണ് പഠിപ്പിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്, പൊതുവിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കേണ്ടത് ശാസ്ത്രം അംഗീകരിച്ച കാര്യമാണ്. ഇപ്പൊ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ പാടില്ല എന്ന്, അത് ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾക്കത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരിണാമ സിദ്ധാന്തമാണെങ്കിലും ബിഗ് ബാങ് തിയറി ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അതേപടി വിശ്വസിക്കുന്ന ആളുകളെല്ലാം മതവിശ്വാസികൾ. അവർ വീണ്ടും മതപാഠത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അത് അവരോട് വിശ്വസിക്കാൻ പാടില്ല, നിങ്ങൾ നാളെ മുതൽ വിശ്വസിക്കണമെന്ന് കമ്പൽസറി ആയിട്ട് വിശ്വസിക്കാത്തവൻ, ഈ ശാസ്ത്രം വിശ്വസിക്കാത്തവൻ ഇനി സ്കൂളിൽ വരേണ്ട എന്ന് പറയാണ് നമുക്ക് അതിനെ എതിർക്കാം. അതൊരാളുടെ സ്വാതന്ത്ര്യം, എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ടത് അത് നമ്മുടെ രാജ്യത്ത് ഒരിക്കൽ പോലും നിരോധിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ കാര്യം നിങ്ങൾ സൂംബ കളിച്ചേ തീരൂ എന്ന് ഈ ഉത്തരവിൽ പറയുന്നില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിൽ ഈ കാര്യം പറയുന്നേ ഇല്ല. നിങ്ങൾ സൂംബ ഉൾപ്പെടെയുള്ള ഈ കായിക വിനോദങ്ങൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ലഹരിയിൽ നിന്നും കുട്ടികളെ വിമുക്തരാക്കാൻ, കുറെ കൂടി അവരുടെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിത
ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അതെല്ലാം ഇല്ലാത്ത ആളുകളില്ല എന്ന് പറയാം. ആ ഒരു അവസ്ഥയിൽ അതിൽ നിന്ന് കുറെ കൂടി മോചനം കിട്ടാൻ നമ്മുടെ ശരീരത്തിൽ കുറെ എയറോബിക് എക്സസൈസസ് വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ യോഗയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം വേണം. കുട്ടികൾക്കാർക്കും ഈ വ്യായാമം കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ധാരാളം കളിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടിയത് ഇപ്പൊ അതില്ല. സ്വാഭാവികമായിട്ട് അതിനൊരു ഉപാധിയായിട്ട് സർക്കാരുകൾ ഒരു കാര്യം വെക്കുന്നു. അപ്പൊ നമ്മൾ അത് പാടില്ല. പിന്നെ അല്പവസ്ത്രം നമ്മുടെ സ്കൂളുകളിൽ ഉൾപ്പെടെ, സ്കൂളുകളിലാണെങ്കിലും മുകൾത്തട്ട് നമ്മൾ ഓട്ട മത്സരത്തിന് ഫുൾ പാവാട, ഞാൻ വേറെ വസ്ത്രങ്ങളെ കുറിച്ചൊന്നും പർദ്ദ അങ്ങനെ കാര്യങ്ങളൊന്നും പറയില്ല, ഫുൾ പാവാട ഇട്ടിട്ട് പെൺകുട്ടികൾ ഓടുക എന്ന് പറഞ്ഞാൽ നടക്കുമോ? മുണ്ട് മടക്കി കുത്തു പോലും ചെയ്യാതെ ഓടുന്ന രീതിയാണ്. അത് ഞങ്ങളുടെ സംസ്കാരത്തിൽ അതാണ് യോജിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ മത്സരം നടത്തിയിട്ട് അതിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ നടപ്പാക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ലാത്തിരുന്ന് വിട്ടു നിൽക്കാം. പക്ഷെ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ അത് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് വന്നു. ഇപ്പൊ സമസ്തയിൽ തന്നെ കുറെ ആളുകൾ, പ്രധാനപ്പെട്ട പല നേതാക്കന്മാർ ഇതിനനുകൂലമായിട്ട് രംഗത്ത് വന്നു. അത് ഭീകരമായ അവരാണ് കുറെ കൂടി വിശ്വത്തിനേക്കാൾ കൂടുതൽ ഭീകരമായ രൂപത്തിൽ അവർ പല ആളുകളും പറഞ്ഞു. KNMന്റെ പോലെ തന്നെ പല ആളുകളും പറഞ്ഞു. പക്ഷേ അവസാനം രണ്ട് നേതാക്കന്മാർ കൃത്യമായിട്ട്, രണ്ട് മത നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞു. ഒന്ന് KNMന്റെ ജനറൽ സെക്രട്ടറി മദനി പറഞ്ഞുള്ള കാര്യം, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും നടത്താതിരിക്കണം എന്ന് കൃത്യമായിട്ടും പറയുന്ന ഒരവസ്ഥ ഉണ്ട്. ഇതേ രീതി തന്നെയാണ് സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞ വ്യക്തിപരമായ അഭിപ്രായമാണ്, സമസ്ത അതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അതായത് ഈ വലിയ പ്രതിഷേധവുമായി വന്നവർക്ക് എത്രത്തോളം പിന്തുണയുണ്ട് എന്നുള്ള ചോദ്യമാണ്. ഇതിനകത്തുനിന്ന് സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കമെടുത്ത നിലപാടുകൾ ശ്രീ എ സജീവൻ പറയുമ്പോൾ ആ ഒരു ട്വിസ്റ്റ് ഈ ആദ്യം ഈ പ്രതിഷേധം ഉന്നയിച്ച വിസ്റ്റത്തിന് തിരിച്ചടിയായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണോ അവർ കൂടുതൽ മയപ്പെട്ടെന്ന ചോദ്യം കൂടി ഇടയാൻ വരാം. ഒരു ചെറിയ ഇടവേള അത്യാവശ്യമായി.